നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം സർ, ഷാഫി പറമ്പിൽ ഇന്നലെ വലിയ രീതിയിലാണ് ആക്രമണം ഷാഫി നേരിട്ടത്. 3 മണിക്കൂറത്തെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇപ്പോൾ ICUവിലാണ്. നമുക്കറിയാം, മൂക്കിന് 2 എല്ലിലാണ് പൊട്ടലുണ്ടായിരിക്കുന്നത്. പക്ഷേ ആക്രമണ ദൃശ്യങ്ങളൊക്കെ ഇന്ന് രാവിലെ ചില ലോക്കൽ മാധ്യമങ്ങളിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ദൂരെ നിന്നുള്ളൊരു വ്യൂ ആണ്. കാണുമ്പോൾ തന്നെ അറിയാം കൃത്യമായിട്ട് ഷാഫിയെ തന്നെ ഉന്നം വെച്ചിട്ടുള്ള ആക്രമണം ആണെന്നുള്ളത്. ഷാഫി അവസാനവും പറഞ്ഞത് ശബരിമല വിഷയമായിട്ടല്ല ഇന്നലെ പ്രതിഷേധം ഉണ്ടായെങ്കിൽ പോലും അവസാനം ആ ചോരയെ ഒലിപ്പിച്ചുകൊണ്ട് നിന്ന് ഷാഫി പറഞ്ഞത്, ശബരിമല വിഷയം ഇക്കൂട്ടത്തിൽ മുക്കാം എന്ന് കരുതണ്ട, ഇതിന് തീർച്ചയായിട്ടും പ്രതിഷേധിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ശരിക്കും ശബരിമല വിഷയം മുക്കാനുള്ള ശ്രമമാണോ? അല്ല, ശബരിമല പ്രതിഷേധ സമരത്തിന് ഇപ്പോൾ ഷാഫിയുടെ ചോര വീണിരിക്കുക. അതാണ് ആ ചോരയുടെ ഒരു ശക്തി, കരുത്തിലാണ് ഇപ്പോൾ ശബരിമല വിഷയം ആളിക്കത്തുന്നത്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഈ മാസം 9-ാം തീയതി ഒക്ടോബർ 9-ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ശബരിമല വിഷയത്തിന്മേലുള്ള പ്രതിഷേധ സമരങ്ങളെ മൂടിക്കളയാൻ കേരളത്തിൽ എന്തും സംഭവിച്ചേക്കാം. ഈ സമരങ്ങൾക്ക് മേൽ കടുത്ത ആക്രമണമുണ്ടാകും, ഭയാനകമായ പല വെളിപ്പെടുത്തലുകളുണ്ടാകും, സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ കടന്നുകയറ്റങ്ങളുണ്ടാകും, ശ്രദ്ധ തിരിക്കാൻ ഈ കമ്മിക്കൂട്ടങ്ങൾ എന്തും ചെയ്യുമെന്ന് രാഹുൽ പറഞ്ഞിരുന്നു 9-ാം തീയതി. നമ്മൾ പൊതുവെ രാഹുലിലേക്ക് ഫോക്കസ് ചെയ്യുകയല്ല, പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വളരെ കൃത്യതയോടെയുള്ള ഉന്നം വെച്ചുള്ള ഒരു കുറിപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 9-ാം തീയതി രാഹുൽ ഒരു വിശദമായ കുറിപ്പാണ് ഫേസ്ബുക്കിലിട്ടിരിക്കുന്നത്. ഞാൻ കുറിപ്പ് വായിച്ച് അതിശയിച്ചു പോയി. ആ 9-ാം തീയതി കഴിഞ്ഞ് ഇന്നിപ്പോൾ 3 ദിവസങ്ങൾ പിന്നിട്ടതേ ഉള്ളൂ. ഇന്നലെ നമ്മൾ കേൾക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന KPCC വൈസ് പ്രസിഡൻറ്റിനെ, ഒരു പാർലമെൻറ്റ് അംഗത്തെ ഏറ്റവും ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾക്കും വലിയ ഭയാനകതയുണ്ട്. പിൻനിരയിൽ നിന്നൊരു പോലീസുകാരൻ, അയാൾ പെട്ടെന്ന് മുന്നോട്ടാഞ്ഞ് ഷാഫിയുടെ തല ലക്ഷ്യമാക്കി ആഞ്ഞടിക്കുന്നു. അപ്പോൾ ആദ്യം ഷാഫി തല ചിരിക്കുമ്പോൾ തലയുടെ പിൻഭാഗത്തും കണ്ടുകൊള്ളുന്നു. പിന്നീട് മൂക്കിൻ്റെ കറക്റ്റ് മർമ്മം നോക്കി അടിക്കുകയാണ്, കൊല്ലുകയായിരുന്നു ലക്ഷ്യം. തൊട്ടു പിന്നാലെ ഷാഫി അടികൊണ്ട് ചോര ഒലിച്ച് കേരളത്തോട് പ്രതികരിക്കുന്നത് ശബരിമല വിഷയമാണ്. ആ ശബരിമല വിഷയം മുക്കിക്കളയാനുള്ള ആക്രമണമാണ് എന്ന് ഷാഫി തിരിച്ചറിഞ്ഞു പെട്ടെന്ന്. ഇന്ന് ഇതേ രാഹുൽ പാങ്കൂട്ടത്തിൽ ഷാഫിയെ കാണാൻ ആശുപത്രിയിലെത്തുന്നു. അതിനുശേഷം ഒരു ഫേസ്ബുക്ക് കുറിപ്പിടുന്നു, ഷാഫിക്ക് ഞങ്ങളൊപ്പമുണ്ട്. ഇതാണ് ആ കുറിപ്പിൻ്റെ മുഖ്യമായ 2 വാക്കുകൾ. അതിനിടയിൽ ചെറിയൊരു വിശദീകരണങ്ങൾ കൂടിയുണ്ട്. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ ആ കുറിപ്പിന് താഴെ വീണ ലൈക്കുകൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഏകദേശം 24,000 ലൈക്കുകൾ, 13,000-ലധികം കമൻറ്റുകൾ, 1000-ഓളം ഷെയറുകൾ. അപ്പോൾ ഇത് കോൺഗ്രസ് പ്രവർത്തകരിലേക്ക് എത്ര വേഗത്തിലാണ് പറന്നു കയറുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അടുത്ത കാലത്ത് വിവാദങ്ങളിൽ അകപ്പെട്ടുവെങ്കിലും ആ യുവ കോൺഗ്രസ്സുകാരൻ ഷാഫിക്ക എന്ന് വിളിക്കുന്നതിലെ ഒരു രക്തബന്ധത്തിനപ്പുറമുള്ളൊരു സഹോദര ബന്ധം, ഷാഫിക്ക എന്ന് വിളിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരം, അതിലപ്പുറം ഇതൊരു ഉണർത്തലാണ് കോൺഗ്രസിനെ, കേരളത്തെ. അതാണ് ആ ഷാഫിക്ക എന്നുള്ളൊരു പ്രയോഗത്തിന് ഇത്രമേൽ സ്വീകാര്യത ലഭിച്ചത്. ആ പോസ്റ്റിന് തൊട്ട് താഴേക്കൊന്ന് നോക്കിക്കേ, രാഹുൽ തുടർച്ചയായി 2-3 പോസ്റ്റുകളിൽ ഈ മണിക്കൂറുകൾ ഇടപെട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊതുരംഗത്ത് നിന്ന് ഇത്തിരിയൊന്ന് പിൻവലിഞ്ഞ് നിന്ന രാഹുൽ പെട്ടെന്ന് ഷാഫിയുടെ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്നു. അതിരൂക്ഷമായ വാക്കുകളാണ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഇന്ന് രാഹുൽ പറഞ്ഞത്. നമ്മൾ ഇത്ര പോരാട്ട വീര്യം ഈ ഒരു യുവ നേതാവിൽ അടുത്ത ദിവസങ്ങളിൽ കണ്ടില്ല. കോൺഗ്രസ് നേതാക്കളിൽ ആദ്യമായാണ് ഒരു നേതാവ് ഷാഫിയെ അടിച്ചതിന് ശേഷം പരസ്യമായി ഷാഫിയെ അടിച്ചില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞ റൂറൽ SP ബൈജുവിനെ പൊളിച്ചെടുക്കുന്നത്. ബൈജു ഒരു കൺഫേർഡ് IPSകാരനാണ്. കൺഫേർഡ് IPSകാരൻ എന്ന നിലയ്ക്ക് തനിക്ക് ലഭിച്ച ഉപകാര സ്മരണയാണ് ഈ കാട്ടിയത് എന്ന് രാഹുൽ തുറന്നടിച്ചു. ഒരു ക്രിമിനൽ SP എന്ന് ബൈജുവിനെ അഭിസംബോധന ചെയ്യുന്നു. ഇതിനേക്കാൾ ഭേദം CPM ജില്ലാ സെക്രട്ടറിയുടെ പണിയെടുത്താൽ പോരെ എന്നാണ് രാഹുൽ ചോദിച്ചത്. അത്ര ശക്തമായ ആക്രമണമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന് നേർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് വലിയ തലങ്ങളുണ്ട് ഈ ആക്രമണത്തിന് പിന്നാലെയുള്ള ഈ പ്രതിരോധത്തിന്.
കോൺഗ്രസിന് മുന്നിൽ ഇപ്പോൾ പ്രതിരോധം തീർത്ത് പെട്ടെന്ന് ചാടിയിറങ്ങി ആ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു യുവനേതാവിനെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കാണുന്നു. ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും വീണ്ടും കോൺഗ്രസിനെ നയിക്കാൻ പറ്റുന്ന ജോഡികളായിരിക്കും എന്നൊരിക്കൽ കൂടി കേരളത്തെ ബോധ്യപ്പെടുത്തുന്നു. എന്തൊക്കെ കഥകളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിപ്പിച്ചത് ചില കേന്ദ്രങ്ങൾ. ബംഗളൂരു യാത്ര ഷാഫിയുടെ, എല്ലാ സ്ത്രീ വിഷയങ്ങൾ കൊണ്ട് അടിച്ചൊതുക്കി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തൂത്തെറിയാം എന്ന് CPM കരുതിയ 2 നേതാക്കൾ ദുരന്തത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. മറുവശത്ത് ഷാഫിയെ ഭയക്കുന്ന CPM തന്നെയാണ് ഈ ആക്രമണത്തിൽ എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ചാനലുകൾ ഇപ്പോൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ CPMനെ പടുകുഴിയിൽ തള്ളിയിടുകയാണ്. AKG സെൻട്രൽ പോലും ഇപ്പോൾ ഭയമായി എന്ന് കേൾക്കുന്നു. കാരണം ശബരിമല കൊള്ള ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നതിനിടയിൽ ഷാഫി പറമ്പലിന് നേർക്ക് പോലീസ് നടത്തിയ ഈ കൊലപാതക ശ്രമം അത് കൂടുതൽ കോൺഗ്രസ്സുകാരെ ഉണർത്തിയിരിക്കുന്നു. കാരണം ഇവിടെ ശബരിമല വിഷയത്തിൽ കോൺഗ്രസിൻ്റെ സമരത്തിന് വീര്യം കൂടരുത് എന്നതായിരുന്നു പൊതുവെ CPMൻ്റെ കണക്കൂട്ടൽ. അപ്പോൾ വീര്യം ആളിക്കത്തുകയല്ലേ. ഒന്ന്, ഷാഫിക്കെതിരെയുള്ള ആക്രമണത്തിൽ പൊട്ടിത്തെറിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ, മറുവശത്ത് ഒരു കോൺഗ്രസ്സുകാരൻ്റെ മുഖം അടിച്ച് നമുക്കത് ആ ദൃശ്യത്തിലേക്ക് ഒരിക്കലും നോക്കാൻ കഴിയൂ. കണ്ണുപോയി. ഇന്നിപ്പോൾ T സിദ്ദിഖിൻ്റെ ഒരു കുറിപ്പ് കണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുപോയി എന്നൊക്കെ പറഞ്ഞു. നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പോലീസ് ഇതുപോലെ അതിക്രൂരമായി ഒരു നരനായാട്ട് നടത്തണമെങ്കിൽ അതിന് ആഭ്യന്തരമന്ത്രി നേരിട്ട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കണം. അല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൈ ഈ കാലഘട്ടത്തിൽ പൊങ്ങില്ല. കാരണം അവർക്കറിയാം കൃത്യമായി അവരിലേക്ക് എത്തുമെന്ന്. ഒരു പ്രതിപക്ഷ കക്ഷിയുടെ MP, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി നടത്തുന്ന പ്രകടനം, ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതിന് നേർക്കാണ് ആക്രമണം നടത്തുന്നത്, നരനായാട്ട് നടത്തുന്നത്. ഇവർ പോലീസിന് നേർക്ക് ചുടുകട്ട എറിഞ്ഞിട്ടില്ല, കരിങ്കല്ല് വലിച്ചെറിഞ്ഞിട്ടില്ല, കുപ്പിച്ചില്ലുകളോ കുപ്പിയോ മരക്കമ്പുകളോ വലിച്ചെറിഞ്ഞില്ല. മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ടായുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ അരുത് എന്ന് പറഞ്ഞ് കൈവിരിച്ച് മുന്നിൽ നിന്ന ഷാഫിക്ക് നേരെയാണ് ആക്രമണം. അതും കണക്ക് കൂട്ടി. അവിടെയാണ് രാഹുൽ എന്ന ആ യുവ നേതാവ് പെട്ടെന്ന് കളന്നിറയുന്നത്. ഇത് മറ്റു കോൺഗ്രസ്സുകാർ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രതിസന്ധികളിൽ ഒരു നേതാവ് പ്രവർത്തിക്കേണ്ടത്. ആ പ്രവർത്തന മാതൃകയിലൂടെയാണ് പലപ്പോഴും രാഹുൽ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞത്, ഷാഫി പൊതുമണ്ഡലത്തിൽ ശ്രദ്ധേയനായത്. ഷാഫി എന്ന കോൺഗ്രസ്സുകാരൻ ആദ്യം പാലക്കാടിൻ്റെ ഹൃദയം കവർന്നത്, പിന്നീട് വടകരയിലെത്തി KK ശൈലജയെ പപ്പടമാക്കിയത്, LDF കേന്ദ്രങ്ങൾ തവിടുപൊടിയാക്കിയത്. ആ ജ്വാല ഇപ്പോഴും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ആളിക്കത്തുന്നു. അതിന് മതത്തിൻ്റെ നിറം കലർത്തി ഷാഫിയെ കാക്കയെന്ന് വിളിച്ച് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു. പക്ഷെ അവിടെയൊന്നും മതേതരത്വമാണ് തൻ്റെ ഏറ്റവും വലിയ പ്രവർത്തന മൂലധനം എന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞൊരു നേതാവാണ്. അവിടെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും ആ സൗഹൃദത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കണം. അതൊരു പെൺവേട്ടയ്ക്ക് വേണ്ടിയുള്ള സൗഹൃദമല്ല, അതൊക്കെ ഏറ്റവും മ്ലേച്ഛമായ ആരോപണമാണ്. അവിടെയാണ് ഷാഫി ഇന്ന് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ശബരിമല വിഷയത്തിൽ എങ്ങനെ കോൺഗ്രസ് ഉണരുന്നു, എങ്ങനെ കോൺഗ്രസിൽ ആ സമരാഗ്നി നിറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതിപ്പോൾ CPM ആഗ്രഹിക്കുന്നത് പോലെ ശബരിമല വിഷയം ഇന്നിപ്പോൾ ഷാഫിക്ക് എതിരെയുള്ള ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് കൂടുതൽ ആളിക്കത്തി നിൽക്കുന്നത്. പക്ഷേ ശബരിമല വിഷയം ഇന്നലെ വരെയും ചർച്ച ചെയ്തിരുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ നേരെ ഷാഫിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയല്ലേ ഒരു പക്ഷേ CPM ആഗ്രഹിച്ചിരുന്നത്? അല്ല, ഷാഫിയിലേക്ക് തിരിയുന്നത് ആ സമരാഗ്നി ആളിക്കത്താനേ ഉപകരിക്കൂ. കാരണം കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ ഇപ്പോൾ ആ കോപം നിറയുകയാണ്. അവർ ശബരിമല വിഷയത്തിൽ രോഷാകുലരായി നിൽക്കുകയാണ്. അവർക്കിതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ശബരിമല സമരം പൂർണ്ണമായി ഇന്നലെ CPM പറഞ്ഞതുപോലെ ഇപ്പോൾ ദേവസ്വം ബോർഡ് വിജിലൻസിലേക്ക് പിന്നീട് ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവരിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം അവരന്വേഷിക്കട്ടെ എന്ന് പ്രതിപക്ഷം പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു അവരന്വേഷിക്കട്ടെ, ഞങ്ങളുടെ കൈ ശുദ്ധമാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് മാറി. അതിനുവേണ്ടി അവർ ഉദ്യോഗസ്ഥരുടെ മണ്ടയിലേക്കല്ലേ ഇപ്പോൾ ഇട്ടു. അതിനുവേണ്ടി അവർ ഒരുക്കിയ ഒരു പ്ലോട്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കൈകളിലേക്ക് അന്വേഷണം എത്തുന്നതിന് മുൻപ് വളരെ കൃത്യമായി തയ്യാറാക്കിയ ഒരു പ്ലോട്ടല്ലേ നമ്മൾ ഇന്നലെ കണ്ടത്. മനുഷ്യനെ വിശ്വസിപ്പിക്കുന്നത് പോലെ ഒരു കഥ ഒരുക്കി. ആ കഥ എന്താണ്? ശബരിമലയിൽ വിജയമല്യ സ്വർണം പൂശിയ കട്ടിളയും വാതിലുകളും ആദ്യം ഇളക്കിയെടുക്കുന്നു. ഇത്
സ്വർണം പൂശിയ കട്ടിള, സ്വർണം പൂശിയ വാതിൽപ്പടി എന്ന് കൃത്യമായി അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രേഖപ്പെടുത്തി. പക്ഷേ ദേവസ്വം ബോർഡ് അതങ്ങ് വെട്ടി ചെമ്പ് പാളി എന്നാക്കി. ചെമ്പ് പാളിയല്ല, ചെമ്പ് കട്ടിളയും ചെമ്പ് വാതിലുകളിടും. പിന്നീട് ഈ സാധനം നേരെ ഇളക്കിയെടുത്ത് ചെന്നൈയിലെത്തിച്ചു. ഇപ്പോൾ പറയുന്നത് അതാദ്യം നൈട്രിക് ആസിഡ് ഉൾപ്പെടുന്ന ഒരു ലായനിയിലിട്ട് ഉരുക്കി സ്വർണം വേർതിരിച്ചെടുത്തു എന്നാണ്. ഈ പ്രോസസ്സ് വിജയിച്ചു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും നമ്മുടെ ചെന്നൈയിലെ പങ്കജ് ഭണ്ഡാരിയും തിരിച്ചറിഞ്ഞപ്പോൾ അവർ അടുത്ത ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങി. അതിൻ്റെ ഭാഗമായിരുന്നു പിന്നീട് ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ 14 പാളികൾ കടത്തിയത്. ഇതിനൊപ്പം മറ്റു ചില വസ്തുക്കൾ കൂടി ചെന്നൈയിലേക്ക് കടത്തി. അപ്പോൾ ഈ കഥ വളരെ വിശ്വസനീയമായ നിലയിലാണ് ഇന്നലെ പ്ലാൻ ചെയ്തത്. ആ കഥയിൽ പങ്കജ് ഭണ്ഡാരി ദേവസ്വം വിജിലൻസിന് കൊടുത്തൊരു മൊഴി 3 മണിക്കൂർ സമയമെടുത്ത് വിശദമായി കൊടുത്തൊരു മൊഴി പ്രതിപാദിക്കുന്നുണ്ട്. കോടതിയും ഈ മൊഴിയെക്കുറിച്ചും ഈ വസ്തുതയെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്നുണ്ട്. പക്ഷേ കോടതി അവിടെയൊക്കെ ചില സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. 479 ഗ്രാം സ്വർണ്ണമാണ് ഈ വേർതിരിക്കലിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലെത്തുന്നത്. അന്നത്തെ കാലത്തെ സ്വർണത്തിൻ്റെ വിലയൊക്കെ നമുക്കറിയാം. 1/2 കിലോ സ്വർണം 10-50 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരമൊരു സ്വർണ്ണ ഉരുക്കൽ ഭണ്ഡാരിയുമായി ചേർന്ന് നടത്തുമോ? ഇതാണ് നമുക്ക് വരുന്ന ആദ്യ സംശയം. 2, ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് ഇടപെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അവരുടെയൊക്കെ മുന്നിൽ വളരെ സ്വീകാര്യനായി മാറണമെങ്കിൽ കോടികൾ അവർക്ക് കൈമാറണം. 2, ഉണ്ണികൃഷ്ണൻ പോറ്റി അക്കാലത്ത് തന്നെ 10-30 കോടി രൂപ പല തലങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നുവെന്ന് നമ്മൾ മാധ്യമ റിപ്പോർട്ടുകളിൽ നേരത്തെ വായിച്ചിരുന്നു ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക്. അപ്പോൾ ഈ സ്വർണ്ണം ഉരുക്കി കിട്ടിയ 50 ലക്ഷം രൂപ കൊണ്ട് അയാൾക്ക് എന്തായാലും കോടികൾ സമ്പാദിക്കാൻ കഴിയില്ല. കൃത്യമായി ഈ പ്ലോട്ട് തയ്യാറാക്കിയത് ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താൻ. അതായത് ചെന്നൈയിലേക്ക് ഞങ്ങൾ സുരക്ഷിതമായി പോറ്റിയുടെ കൈവശം ഈ സാധനങ്ങളെല്ലാം കൊടുത്തുവിട്ടു. അവിടെ ഉരുക്കുകയോ പരിപാടിയൊക്കെ ചെയ്ത് ഈ സാധനം സ്വർണം വേർതിരിച്ചെടുത്ത് പോറ്റി അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ പോറ്റിക്കെതിരെ കേസെടുക്കുക, മോഷണത്തിന്, പോറ്റിയെ പിടിച്ച് ജയിലിലിടുക, അതുകൊണ്ട് ഈ പ്രശ്നം തീർക്കുക. ഇതാണ് ഉന്നതരുടെ ലക്ഷ്യം. പക്ഷേ ഇതിനിടയ്ക്ക് ഈ ദേവസ്വം ബോർഡ് വിജിലൻസ് ഏകദേശം പഴയ ആ ഒരു ദ്വാരപാലക ശില്പവും ഇപ്പോൾ പിന്നീട് വെച്ചിട്ടുള്ളതും തമ്മിൽ, അത് പഴയ കാലത്തെ ആ ഒരു താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം 51 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സ്വർണം ഉരുക്കിയെടുത്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും പ്രമാണിമാർക്ക് ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്ന സ്വർണത്തിനേക്കാൾ അപ്പുറം ഒരു വാല്യൂ അതിനുണ്ട്, വിശ്വാസത്തിൻ്റെ വാല്യൂ ഉണ്ട്. അത് കൊടുത്തതിന് ശേഷം വീണ്ടും ഈ പറഞ്ഞതുപോലെ പങ്കജ് പറഞ്ഞതുപോലെ ചെമ്പ് കൊണ്ടുവന്ന് കൊടുത്ത് അതിൽ പൂശിയ പുതിയത് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനിപ്പോൾ വേണമെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ വീണ്ടും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ കണ്ടെത്തിയാലോ. സ്വർണ്ണം ഉരുക്കി ചെമ്പെടുത്ത് വിറ്റു എന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒറിജിനൽ സ്വർണ്ണപ്പാളി വേണ്ട ഇന്നലെ ആരൊക്കെയോ നമ്മൾ ആ ശില്പി മഹേഷ് പണിക്കരൊക്കെ പറയുന്നത് കേട്ടില്ലേ, ഇഷ്ടംപോലെ വലിയ സിനിമാ വ്യവസായികളും വലിയ വൻതോക്കുകളൊക്കെ ഉണ്ട്. ശബരിമലയിൽ ഒരു ഡിവൈൻ വാല്യൂ ഉള്ള ഒരു സ്വർണ്ണപ്പാളി ഒറിജിനൽ അവരുടെ കയ്യിൽ കിട്ടിയാൽ അവർ 10-50 കോടി രൂപ അതിന് കൊടുക്കും. കാരണം അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ആ പണം ഇരട്ടിക്കുമെന്നറിയാം. അതുകൊണ്ട് ഇത് കൊണ്ടുപോയി ചെന്നൈയിൽ ഉരുക്കാൻ മടി കാട്ടാത്തവർ, ഉരുക്കി അതിൽ നിന്ന് കിട്ടുന്ന സ്വർണം എടുത്തുകൊണ്ട് പോകാൻ ഒരു ഉളുപ്പുമില്ലാതെ കൊള്ള നടത്താൻ പറ്റുന്നവർ എന്തായാലും ഈ സ്വർണ്ണപ്പാളി പുറത്ത് കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. അപ്പോൾ സ്വർണ്ണപ്പാളി പുറത്ത് വിറ്റു എന്നായിരുന്നല്ലോ തുടക്കം മുതലുള്ള കണ്ടെത്തൽ. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി പുറത്ത് കൊണ്ടുപോയി വിറ്റതിൻ്റെ പുറകെ അന്വേഷണ സംഘം നീങ്ങിയാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ വലിയ ധനാട്യർ വീഴും, വലിയ വ്യവസായ പ്രമുഖർ വീഴും. ഈ വ്യവസായ പ്രമുഖരും ധനാട്യരുമായി ഇടപെട്ട ദേവസ്വം ബോർഡ് അംഗങ്ങൾ വീഴും, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വീഴും. പ്രതിപക്ഷം പറയുന്നത് പോലെ മന്ത്രി വീഴുമോ എന്ന് നമുക്കറിയില്ല, പക്ഷെ മന്ത്രിയിലേക്ക് വരെ എത്താം. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. മറ്റൊന്ന്, അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പച്ച തൊടില്ല. കേരളത്തിലെ വിശ്വാസികൾ കട്ടയ്ക്ക് ഈ LDF സർക്കാരിനെതിരെ വോട്ട് ചെയ്യും. അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ചില പ്ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നിലവിൽ ഇപ്പോൾ അവിടെ ഒരു സ്വർണ്ണപ്പാളിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാലപ്പഴക്കം നിർണ്ണയിച്ചാൽ അത് പുതിയതാണോ പഴയതാണോ എന്നുള്ളൊരു ഇതിലേക്ക് വരില്ലേ? അല്ല, അതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ഓരോ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിശ്ചയിക്കാൻ നമ്മളിപ്പോൾ ആർക്കിയോളജിയിലൊക്കെ നോക്കുന്നതാണല്ലോ. പക്ഷേ അതിലൊക്കെ ഒരുപാട് ഈ വർഷങ്ങളുടെ പ്രശ്നമുണ്ട്. 10 വർഷം 20 വർഷം വലിയൊരു കാലവ്യത്യാസമല്ല. ഇപ്പോൾ നമുക്ക് ജീൻ പരിശോധന പോലെയോ DNA പരിശോധന പോലെയോ ഒന്നും അത്ര എളുപ്പമായിരിക്കില്ല. ഇതിൻ്റെ സാങ്കേതിക വശം നമുക്കറിയില്ല. എന്തായാലും അതൊക്കെ അവർ പരിശോധിക്കട്ടെ, അവർ കണ്ടുപിടിക്കട്ടെ.
ഒരു കാര്യം ഉറപ്പാണ്, 1998-99 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ് ശബരിമല ശാസ്താവിന് സമർപ്പിച്ച വസ്തുക്കളൊന്നും അവിടെ ഇല്ല. ഇപ്പം ഈ ചെറുമീനുകളിലേക്ക് മാത്രമായിട്ടാണ് പോയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പൊറ്റി, പിന്നെ ദേവസ്വം ബോർഡ് പഴയ പ്രസിഡന്റ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള 10ഓളം ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക് പോയി അത് ചുരുങ്ങി പോകുമ്പോൾ മുൻനിരയിലുള്ള അല്ലെങ്കിൽ വമ്പന്മാരായിട്ടുള്ള പലരെയും മുക്കുന്ന തരത്തിലല്ലേ പോകും. അല്ല, ഇപ്പൊ കയറി വരുമല്ലേ. ഇപ്പൊ പത്മകുമാറിന്റെ മകൻ ഇന്നലെ കണ്ടില്ലേ, യോഗദണ്ഡും രുദ്രാക്ഷവും ഒക്കെ നന്നാക്കാൻ അവനെ ഏൽപ്പിച്ചു. യോഗദണ്ഡില് സ്വർണ്ണ ചുറ്റ്, പിന്നെ ആ അടിഭാഗത്ത് ഒരു സ്വർണ്ണ മറ്റേ ക്യാപ്പ്, ഇത് രണ്ടും തയ്യാറാക്കാൻ സ്വന്തം മകനെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു. രുദ്രാക്ഷം പുളിയിഞ്ചിയിലിട്ട് മറ്റേ വൃത്തിയാക്കി എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. എന്തായാലും ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ മക്കൾക്കടക്കം എന്തും എടുത്തുകൊണ്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇതൊരു നിസ്സാര സ്ഥലമല്ല. ഔദ്യോഗിക കണക്കനുസരിച്ച് ഒരു വർഷം 400 കോടി നടപരമായി ലഭിക്കുന്ന ഒരു ഇടമാണ്. അവിടെ വരുന്ന കാണിക്കയ്ക്ക് നമുക്ക് ഈ ധനപരമായ വിലയിരുത്തലുകളൊന്നും അത്ര എളുപ്പമല്ല, കണക്കൂട്ടലുകളും എളുപ്പമല്ല. അമൂല്യ വസ്തുക്കൾ, രത്നങ്ങൾ, സ്വർണം ഒക്കെ അവിടെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. അവിടെയൊക്കെ ഏറ്റവും വിശിഷ്ടം, അതായത് അയ്യപ്പനെ ഏറ്റവും ഒടുവിൽ നിദ്ര രൂപത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ ചാർത്തുന്ന, അദ്ദേഹത്തോട് ചേർത്ത് വയ്ക്കുന്ന ദണ്ഡ്, യോഗദണ്ഡും ആ രുദ്രാക്ഷവുമാണ്. ആ സന്യാസ ഇതിലിരിക്കുമ്പോൾ അതാണ് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും സാധനം വെച്ച് കാണും. നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് തന്നെ സാറ് പറഞ്ഞത്, ഈ 41 ദിവസത്തെ വ്രതശുദ്ധി എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്ത്രീ സമ്പർക്കമില്ലാണ്ട് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഒരു യഥാർത്ഥ സന്യാസിയെ പോലെ ഒരുപക്ഷെ പണ്ടൊക്കെയുള്ള അയ്യപ്പ ഭക്തർ ചെയ്യുന്നത് വെറും തറയിൽ കിടന്നുറങ്ങിക്കൊണ്ട് സാധാരണയിലും അധികം ഒരു നേരത്തെ ആഹാരമൊക്കെ കഴിച്ച് അത്രയും ലളിതമായ ജീവിത ചര്യയിലൂടെ 41 ദിവസം വ്രതമെടുത്ത് കഠിന വ്രതമെടുത്ത് ചെല്ലണം എന്നുള്ളതാണ്. ഇന്ന് അത്രത്തോളം ഇല്ലെങ്കിലും ആ എടുക്കുന്ന വ്രതം കൃത്യമായിട്ട് എടുത്താണ് അയ്യപ്പ ഭക്തർ അവിടെ ചെന്നെത്തുന്നത്. ആ ചെന്നെത്തുന്ന ഭക്തരാണ് ആ ദ്വാരപാലക ശില്പത്തിൽ ഉൾപ്പെടെ തൻ്റെ ദൃഷ്ടി പതിപ്പിക്കുകയും അല്ലെങ്കിൽ ചെന്ന് നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്നത്, അയ്യപ്പനെ ചെന്ന് കാണുന്നത്. അത്തരത്തിൽ തന്ത്രിമാർ, അതിനകത്ത് നിൽക്കുന്ന തന്ത്രിമാർ ഇതിന് മുന്നേ തന്നെ വ്രതം നോക്കുകയും വ്രതം നോറ്റുകൊണ്ട് തന്നെയാണ് ആ 41 ദിവസവും അല്ലെങ്കിൽ ആ ഒരു വർഷകാലവും അവർ അതിൽ കഴിഞ്ഞുകൂടുന്നത്. അത്തരത്തിലുള്ള ദണ്ഡും രുദ്രാക്ഷം എന്നൊക്കെ പറയുന്ന അയ്യപ്പനെ ധരിക്കുന്ന ഓരോ ഭാഗങ്ങളാണ്. അത് പുറത്തു പോലും കൊണ്ടുപോകുക, ഒരുപക്ഷെ അത് പണിയുന്നവർ പോലും വ്രതശുദ്ധിയോടെ വേണം കൈകാര്യം ചെയ്യാൻ. അത്തരത്തിലുള്ള ഒരു സംഗതിയാണ്. തന്ത്രിയുടെ മകനായാലും ശരി, എത്ര മത്സ്യമാംസാദികൾ കഴിക്കില്ല എന്ന് പറഞ്ഞാലും മറ്റുള്ള സ്ത്രീ സമ്പർക്കം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ, അതിൽ നിന്നും ആ ഒരു സന്യാസ ഒരു ഇതിൽ നിന്നും മാറി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എന്തുമാത്രം ഒരുപക്ഷെ വിശ്വാസികൾക്കൊന്നും അതത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതിലേക്കൊക്കെ കടന്നു വരുമ്പോൾ വിശ്വാസം, ഇതിപ്പോൾ പുറമേ ഉള്ള കൊള്ള മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഒരു വിശ്വാസത്തിലേക്ക്, അതിൻ്റെ ശുദ്ധിയിലേക്കൊക്കെ കടന്നു വരുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇനിയൊരു ശുദ്ധികലശം, എത്തരത്തിലുള്ള ശുദ്ധികലശം ചെയ്താലാകും അവിടെ ഒരുപക്ഷെ അതൊന്ന് അയ്യപ്പന് ഒരു സന്തോഷം ഉണ്ടാവുക എന്നുള്ളതറിയില്ല. ഏതായാലും നിരവധി നമുക്കറിയാം, നേരത്തെ മണ്ഡലകാല ഒരു ഇതൊക്കെ വന്നപ്പോൾ ഉണ്ടായ ആക്സിഡൻ്റൊക്കെ നമ്മൾ കണ്ടതാണ്. അയ്യപ്പ കോപം എന്നുള്ളത് പലരും കാണുന്നതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ നമ്മൾ പറഞ്ഞുകൂടാത്തതാണ്. അവിടെ വന്ന് പാടിയ ഒരു ഗാനം ആലപിച്ചവർ തന്നെ തിരിച്ചു പോയപ്പോൾ ആ വണ്ടി ആക്സിഡൻ്റ് ഒക്കെ പറ്റിയ സന്ദർഭമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെങ്കിൽ കൂടി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളില്ലേ. അല്ല, നമുക്ക് അപകടങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഈ ഷാഫിയുടെ മുഖത്തിന് നേർക്ക് ഇത്ര ക്രൂരത കാട്ടാൻ ഒരു പോലീസുകാരന് തോന്നിയെങ്കിൽ എവിടെയോ എന്തൊക്കെയോ ഇനിയും സംഭവിക്കാനിരിക്കുന്നു. കാരണം അയ്യപ്പൻ്റെ, നമ്മൾ വേറെ വിശ്വസിക്കുന്ന ശബരിമല ശാസ്താവിൻ്റെ ചുറ്റുമുള്ള വസ്തുക്കളൊക്കെ കൊള്ളയടിച്ച, ഇനി അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ്റെ പ്രതിഷ്ഠ അത് എത്രമാത്രം വ്യാജമാണ് അല്ലെ ഒറിജിനലാണ് അതുപോലും നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. ആ തലത്തിൽ എത്തി നിൽക്കുമ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് ചിലപ്പോൾ കേരളം കടക്കാം. നമ്മൾ കണ്ടു 2018-19 യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിശ്വാസ സമരങ്ങൾ. അതിനുശേഷം പിന്നീട് കേരളത്തിൽ എത്ര ദുരന്തങ്ങൾ നമ്മൾ കണ്ടു. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം വീണ്ടും 2 വർഷം, ഓരോ കാലവർഷം വരുമ്പോഴും നമ്മൾ ഭയന്നായിരുന്നു. വല്ലാത്ത പ്രകൃതി ദുരന്തങ്ങൾ, എത്ര ഉരുൾപൊട്ടലുകൾ. കേരളത്തിൻ്റെ ഒരു ഭൗമാന്തരീക്ഷം പൊതുവെ
ഒരു രൂക്ഷമാകുന്ന കോവിഡ് നമ്മൾ കോവിഡ് പിന്നെ ഒരു ലോകത്താകമാനം മൊത്തം വന്നതാണ്. പക്ഷേ കേരളത്തിൽ അതിഭയങ്കരമായ ദുരന്തങ്ങൾ, പ്രശ്നങ്ങൾ പിന്നീട് നമ്മൾ കണ്ടു. പക്ഷേ എല്ലാറ്റിനും ഒടുവിൽ തനിക്ക് എന്തു പറ്റി എന്ന് ശബരിമല ശാസ്താവ് ലോകത്തെ കാട്ടിക്കൊടുക്കുകയാണ്. ഇപ്പോൾ ശബരിമലയിൽ നടന്ന ഈ കൊള്ള തുറന്ന് കാട്ടുന്നതോടെ കുറച്ച് മാസങ്ങൾ കൂടി ഇതെങ്ങനെയും പിടിച്ചു നിന്നിരുന്നെങ്കിൽ ഇതൊന്നും ജനം അറിയില്ലായിരുന്നു. അതിനിടയിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം വെക്കാൻ സർക്കാരിന് തോന്നിയത്. അതോടെയാണല്ലോ ഈ കൊള്ള ഒന്നാകെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ ആയുധങ്ങളൊന്നും കയ്യിൽ അധികം ഇല്ലാതിരിക്കുമായിരുന്നു. കാരണം അവർക്കിടയിലുള്ള ഗ്രൂപ്പ് പോരൊക്കെ കാരണം. ഇതിനിടയിൽ രാഹുലിനെതിരെയുള്ള ആക്രമണം പ്രതിപക്ഷത്തായിരുന്നില്ല, കോൺഗ്രസ്സിലായിരുന്നു കൂടുതൽ. ഇതിപ്പോൾ ഉദ്യോഗസ്ഥരെ ഈ 8-9 ഉദ്യോഗസ്ഥരുടെ ഇടയിൽ കോൺഗ്രസിന് അനുഭാവികളുണ്ടെന്നുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അല്ല, അതൊക്കെ കാണും എല്ലാ തലങ്ങളിലും. ഇപ്പം കൃത്യമായ ഇൻഫർമേഷൻസ് പല തലങ്ങളിലും എത്തും. പക്ഷെ ആത്യന്തികമായി ഈ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച വൻ തോക്കുകൾ രക്ഷപ്പെടരുത് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇനിയും ആ സമര രംഗം കൂടുതൽ ശക്തമാക്കണം. BJP ഇപ്പോൾ കളത്തിലുണ്ട്. ഈ ഷാഫി പറമ്പിലിനെ ആക്രമിച്ചില്ലാതാക്കാം എന്ന ഒരു ചിന്ത പോലീസിന്, എനിക്ക് തോന്നുന്നു ഇന്ന് രാഹുലൊക്കെ കട്ടയ്ക്ക് നിന്നതോടെ ഏറെക്കുറെ അസ്തമിച്ച് കാണും. അതുകൊണ്ടാണ് ഇപ്പോൾ AK സെൻറ്റർ പോലും മിണ്ടാതിരിക്കുന്നത്. CPM പ്രതികരിക്കുന്നില്ല, ഭയമുണ്ട്. കോൺഗ്രസ് ഒരിക്കലും കാട്ടാത്ത ഒരു ആർജവം ഈ സമരങ്ങളിൽ, ഈ പ്രതിഷേധാഗ്നിയിൽ അവർ കാട്ടുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം. നന്ദി, നന്ദി, നമസ്കാരം.